നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സംഘിവാണത്തിന്റെ രോധനം ഒന്ന് കേട്ടാലോ. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്കാട് ഒരു സിനിമ ഇറങ്ങുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഖാലിദ് റഹ്മാനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മമ്മൂക്ക മട്ടാഞ്ചേരി ഗ്യാങ്സ്റ്ററായിട്ടാണ് ഈ സിനിമയിൽ വേഷമിടുന്നത്. മറ്റു രണ്ട് പ്രധാന താരങ്ങൾ നമ്മുടെ നെസ്ലിനും ആസിഫ് അലിയുമാണ്. മൊത്തത്തിൽ സിനിമ നോക്കുമ്പോഴത്തേക്ക് ഒരു കാക്കാമയമാണ്. അഭിനയിക്കുന്ന നായകൻ മുസ്ലിം, മറ്റു രണ്ട് കഥാപാത്രങ്ങൾ മുസ്ലിം, പ്രൊഡ്യൂസർ മുസ്ലിം, സംവിധായകൻ മുസ്ലിം. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘി മരപ്പട്ടികൾക്ക് കുരുപൊട്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്നാൽ മലയാളത്തിൻ്റെ മറ്റൊരു നടനായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ ഇപ്പം പ്രധാനമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. ആനക്കൊമ്പ് കേസിൽ ലാലേട്ടൻ പ്രതിയാണ്. പിന്നെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഇവരുടെ കയ്യിലുണ്ട്. ആശീർവാദം എന്ന് പറഞ്ഞൊരു സിനിമ, ഒരുപാട് സിനിമ എടുത്ത് കോടിക്കണക്കിന് രൂപയ്ക്ക് പടം പിടിച്ചിട്ട് 8 നിലയിൽ പൊട്ടിപ്പോട്ടും വീണ്ടും അവർ സിനിമ എടുക്കുന്നുണ്ട്. ഇപ്പോൾ 29ാമത്തെ സിനിമ, 100ാമത്തെ ചിത്രമായിട്ട് ലാലേട്ടനും പ്രിയദർശനും ഒന്നിക്കുന്ന സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ആശീർവാദ് സിനിമാസാണ്. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിജിയെ കുറിച്ചിട്ട് പൊക്കിയടിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ EDA പോലുള്ള സംവിധാനങ്ങൾ ഈ പറയപ്പെടുന്ന ആൾക്കാരുടെ വീട്ടിലൊന്നും കയറി ചൊറിയത്തില്ല, ആനക്കൊമ്പ് കേസുകളൊന്നും പുറത്തേക്ക് വരത്തില്ല, സംഘികളൊന്നും ഈ പറയുന്ന ലാലേട്ടനെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല. എന്നാൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിന് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും കുറിച്ചിട്ട് അദ്ദേഹം അഭിപ്രായങ്ങൾ പറയാറുണ്ട്, പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പം ടൗൺഷിപ്പ് കാണാൻ വേണ്ടി മമ്മൂക്ക പോകുന്ന സമയത്ത് മമ്മൂക്കയുടെ പാർട്ടിയിലുള്ള CPM-ൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടെ നടന്നപ്പോൾ മമ്മൂക്ക പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗുണ്ട്. ആണായി പിറന്നവർക്കേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ആണ് പെണ്ണും കെട്ട ജന്മങ്ങൾക്കൊന്നും ഇത് പറയാൻ സാധിക്കത്തില്ല. മമ്മൂക്ക പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എൻ്റെ പുറകെ നടക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് വിചാരിക്കും, അവിടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് പുള്ളി അതെല്ലാം കണ്ടിട്ട് അങ്ങ് പോയി. ഇതിനെ വിവാദമാക്കിയതും ഇവിടുത്തെ സംഘിയോളികൾ തന്നെ. ഇപ്പം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു പേര് കേട്ടപ്പോൾ തന്നെ ഉത്തരവുണ്ടായി. ഇതിലെ തന്നെ സിനിമ ഭരിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയയാണ്, അതിൻ്റെ തലവൻ മമ്മൂട്ടിയാണെന്നൊക്കെയാണ് സംഘികളും മറ്റു ചില ആളുകളൊക്കെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ ഗീർവാണം മുഴക്കാറുള്ളത്. നമുക്ക് ഒരു സംഘി പൊട്ടൻ്റെ ഒരു രോധനം ഒന്ന് കേട്ടാലോ. വാ. നമസ്കാരം. കേരളത്തിൽ സംഘികൾ ഒരു സിനിമയെ എതിർത്താൽ ആ സിനിമ വിജയിക്കും എന്നൊരു അന്ധവിശ്വാസം ഇപ്പോഴും സിനിമാക്കാരിൽ ചിലർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ അവസാനമായിട്ട് ഇറങ്ങിയ ചില സിനിമകളുടെ വിധി ശരിക്കും പഠിച്ചിട്ടില്ല എന്നേ പറയാനുള്ളൂ. പൃഥ്വിരാജിൻ്റേതായിട്ട് അവസാനം ഇറങ്ങിയ സിനിമയുടെ പേര് പോലും എത്ര പേർക്ക് അറിയാം എന്നറിയില്ല. നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയതും പരാജയപ്പെട്ടു പോയതും അറിഞ്ഞിട്ട് കൂടിയില്ല. അതേപോലെ തന്നെ ഷെയ്ൻ നിഗത്തിൻ്റേതായിട്ട് വന്ന ഒരു സിനിമയുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. പൊട്ടിത്തകരുകയാണ് അത് ചെയ്തത്. തിയേറ്ററിൽ വൻ നഷ്ടമാണ് ഈ 2 സിനിമകളും അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ചർച്ചകളും മറ്റും അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നത് ഒരു സൈഡിൽ മാത്രമാണ്. മറ്റൊരു സൈഡ് ഇതിനെ ഒരു തരത്തിലും മൈൻഡ് ചെയ്തതേയില്ല. അവർ അങ്ങേയറ്റം അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. യാതൊരു തരത്തിലുള്ള പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും തങ്ങളുടെ പോസ്റ്റിലൂടെയോ കമൻറ്റിലൂടെയോ ഒന്നും വരാതിരിക്കാൻ സംഘികൾ വളരെയേറെ ശ്രദ്ധിച്ചു. അതിൻ്റെ ഫലം ഒരു സൈഡിൽ നിന്ന് ഇത് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചവർ പോലും പരാജയപ്പെട്ടു. കാരണം ഇത് ഏറ്റുപിടിക്കാനോ തിരിഞ്ഞു നോക്കാനോ സംഘികൾ പോയില്ല. ഫലം ആ സിനിമ 2ഉം പൊട്ടിത്തകരുകയുണ്ടായി. എന്നിട്ടും പാഠം പഠിക്കാത്ത ചിലർ, അതിൽ മലയാളത്തിൻ്റെ ഇമ്മണി വലിയ നടനായ മമ്മൂട്ടി പോലും ഉണ്ട്. മമ്മൂട്ടിയും ആസിഫ് അലിയും അതേപോലെ തന്നെ നസ്രീനുമൊക്കെ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു മട്ടാഞ്ചേരി ടീമിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്. അവർ ആ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് മട്ടാഞ്ചേരി മാഫിയ എന്നാണ്. ആ സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അയാൾ ഇതിനു മുമ്പ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് എന്ന് കൂടി ഓർക്കുക. ഇവിടെയാണ് മമ്മൂട്ടിയുടെ ഇരട്ടത്താപ്പ് ശ്രദ്ധിക്കേണ്ടത്. വയനാട്ടിലെ ടൗൺഷിപ്പ് കാണാൻ പോയ ഈ സർക്കാരും ജനങ്ങളും എല്ലാവരും കൂടി പണിത് കൊടുക്കുന്ന ടൗൺഷിപ്പ് കാണാൻ പോയപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അയാളുടെ പിന്നാലെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് താനെന്തിനാണ് എൻ്റെ പിന്നാലെ എപ്പോഴും നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിവാദത്തിലായ അതേ മമ്മൂട്ടി തന്നെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംവിധായകൻ്റെ കൂടെ സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഈ പേര് ഈ സിനിമയ്ക്ക് ഇട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ സംഘികൾ അത് വലിയ വിവാദമാക്കുകയും അത് വാർത്തയാക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. സംഘികൾ ഇത് അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ല. അദ്ദേഹം ഇട്ട പോസ്റ്റിന് താഴെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ പോസ്റ്റിനും ഉള്ള പോലെ തന്നെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ഉണ്ട്. ഈ അപൂർവമായിട്ട് മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണ് മമ്മൂട്ടി എന്ന് സ്വയം സമ്മതിച്ചു എന്ന തരത്തിലും ചില കമൻറ്റുകളുണ്ട്. മലയാള സിനിമയിൽ കഞ്ചാവ് അടിക്കാത്തതോ കഞ്ചാവ് വലിക്കാത്തതായിട്ടുള്ള കഥയെഴുത്തുകാരോ സംവിധായകരോ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഒരു പക്ഷേ ചിലപ്പം ആ രീതിയിലൊക്കെ സിനിമ ചെയ്യുന്ന ആൾക്കാരുള്ളൂ. എന്നാൽ മമ്മൂക്ക ചെയ്യുന്നത് മമ്മൂക്കയുടെ തൊഴിലാണ്. എന്തുകൊണ്ടാണ് ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമകളിലും കഞ്ചാവ് അടിക്കുന്നതും കഞ്ചാവ് വലിക്കുന്നവന്മാരുമായിട്ടുള്ള സിനിമകളിൽ അഭിനയിക്കാറുണ്ടല്ലോ? സംഘികൾ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് വാർത്തകൾ സൃഷ്ടിക്കാതെ? അപ്പം ഇവിടെ മട്ടാഞ്ചേരി മാഫിയ എന്ന ഒരു പേര്, ഒരു ടൈറ്റിൽ കൊടുത്തപ്പോൾ തന്നെ ഊത്തലെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇവൻ്റെയൊക്കെ കുരുപൊട്ടി ഒലിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇവിടെ സിനിമയെ സ്നേഹിക്കുന്ന, ജാതിക്കും മതത്തിനൊക്കെ അതീതമായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മോഹൻലാലിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ ഹിന്ദുക്കൾ മാത്രമാണോ? മമ്മൂക്കായെ സ്നേഹിക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമാണോ? ഇല്ല. സിനിമയെ ഇഷ്ടപ്പെടുന്നവർ,
അവരെ ഇഷ്ടപ്പെടുന്നവർ, അവരുടെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എന്ന ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരുണ്ട്. നിന്നെപ്പോലുള്ള മരവാണങ്ങളാണ് സിനിമയ്ക്കകത്ത് വിഷം കലർത്താൻ വേണ്ടി വരുന്നത്. അന്നേരമാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതൊക്കെ തുറന്ന് പറയേണ്ടി വരുന്നത്. ലാലേട്ടൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പറയുന്നതും ഒക്കെ എന്തിനാണെന്നുള്ള അരിയാഹാരം നിന്ന ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം ഇപ്പോൾ മമ്മൂക്കാടെ വീട്ടിലും അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ വീട്ടിലൊക്കെ ED കൊണ്ടുവന്നിട്ട് സെർച്ച് ചെയ്തിട്ടൊക്കെ ഒരു രോമം ഇവരുടെ ആരെങ്കിലും പിഴുതെടുക്കാൻ പറ്റുമോ? പക്ഷേ ഇവരെപ്പോലുള്ള ആൾക്കാരുടെ വീട്ടിൽ കയറ്റിയാൽ ചിലപ്പോൾ ഞെട്ടിപ്പോകുന്ന രഹസ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയെന്നിരിക്കും. അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാൻ വേണ്ടി അവരെ താങ്ങി നടക്കുന്നു എന്ന് മാത്രം. എന്തായാലും കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമയും ഈ അലി അക്ബർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ രോമസിംഹനായിട്ടുള്ള വേട്ടാവളിയൻ ഹൈന്ദവ മതത്തെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ച് ഒരു മൊബൈലിൽ ഒരു മുണഞ്ഞ സിനിമ പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞ ഒരു സിനിമ എടുത്തു. സംഘികൾ എതിർത്തില്ലല്ലോ, സംഘികൾ വാഴ്ത്തുകയല്ലേ ചെയ്തുള്ളൂ. എന്നിട്ട് ഈ സിനിമ വല്ലതും വിജയിച്ചോ? അപ്പം ഇങ്ങനെ വന്നിരുന്നുണ്ട് വിഡ്ഢിത്തരം പറയുന്നടാ വിഡ്ഢി കൂഷ്മാണ്ഡമേ, നിന്റെ തലയിലിരിക്കുന്നത് മനുഷ്യൻ്റെ തലച്ചോറല്ല, അവിടെ ചാണകമായതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ വിഡ്ഢിത്തരമൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് വിളിച്ച് പറയുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കണ്ടപ്പോൾ ഇവർ രണ്ട് കൊടുക്കാതെ പോയാൽ ശരിയാകത്തില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.